ഞങ്ങള് പോയിട്ട് വരാം അമ്പിളി. ആ ലച്ചുമോളെ, ഇനി എന്നാ വിച്ചുമോന്റെ വീട്ടിലേക്ക് വരുന്നത്? ഞങ്ങളിനി എങ്ങോട്ടും ഇല്ല ഭാനുവമ്മേ. ലച്ചുമോളെ ഇവിടുത്തെ ഏതെങ്കിലും അംഗനവാടിയിൽ കൊണ്ടുവിടണം. അപ്പോഴെനിക്ക് തയ്യലിൽ കൂടുതൽ ശ്രദ്ധിക്കാം. ഇനി ഞങ്ങളുടെ ജീവിതം അങ്ങനെയൊക്കെ പോകൂ. ചേച്ചി, ഞാനും പോവാ. ഇവിടെ നിന്ന് എന്റെ പഠിത്തം മുടങ്ങും. എത്രയും പെട്ടെന്ന് കോളേജിൽ പോവാൻ നോക്കണം. എടി, ഇനിയെങ്കിലും സൂക്ഷിച്ച് മുന്നോട്ട് പോവാൻ നോക്കണം. നീ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് മുന്നോട്ട് പോവാനുള്ളതാ. അതെപ്പോഴും ഓർമ്മ വേണം. അവളിവിടെ തന്നെ ഉണ്ടല്ലോ മോളെ. നീ എന്തിനാ വിഷമിക്കുന്നേ? പോയിട്ട് വാ. കണ്ടില്ലേ അമ്പിളി ചേച്ചിക്ക് അനിയത്തിയോടുള്ള സ്നേഹം. ഇത്രേ ഉള്ളൂ അമ്പിളി ചേച്ചിയുടെ വാശിയും ഗർവവും ഒക്കെ. അത് മഞ്ചാടി ഇവിടെ നിന്ന് പോകുന്നു പറഞ്ഞുകൊണ്ടുള്ള സ്നേഹ. അമ്പിളി ചേച്ചിക്ക് ഇവിടെ നിൽക്കുന്നവരോടാ ദേഷ്യം. മതിതേ, അമ്പിളി ചേച്ചിയെ നീ അത്രയ്ക്ക് മോശക്കാരിയായി കാണണ്ട. ഞാൻ നിർത്തി. ചിരിച്ചേച്ചി, ആ ബാഗ് ഇങ്ങതാ, ഞാൻ കൊണ്ടുപോയിക്കോളാം. ചിരു, നീ പോയിട്ട് മക്കളെയും കൊണ്ട് ഇങ്ങോട്ട് തന്നെ വരില്ലേ? ഞങ്ങൾ ഇങ്ങോട്ട് വരണോ ചേച്ചി? അത് ചേച്ചിക്കൊരു ബുദ്ധിമുട്ടാവില്ല? ചീരുവിന്റെ ഡെലിവറി ഏതായാലും ടൗണിലെ ഹോസ്പിറ്റലായിരിക്കില്ലേ. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പെട്ടെന്ന് പോയി ഡോക്ടറെ കാണാനും അവിടെ എളുപ്പം. ചീരു ഇവിടെ നിന്ന അത്തരം സാഹചര്യങ്ങളിലൊക്കെ ചേച്ചിക്കൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് അവൾ ഉദ്ദേശിച്ചെ. അങ്ങനൊന്നുമില്ലാനു. എനിക്കും രഘുവേട്ടനും ഇപ്പൊ ഒരു ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാ എടുത്തോണ്ടോടാൻ ഇവിടെ ഒരു വണ്ടിയുണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്നപ്പോ ഞങ്ങൾ വെറും സഹായികളായിരുന്നു. ഇനി എന്ത് ഞങ്ങൾക്ക് സ്വന്തം നിലയിൽ ചെയ്യാം, അതിന്റെ ഒരു അഭിമാനം ഞങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി ചീരു ഇവിടുന്ന് പോകണ്ട. അതല്ല, ഇനി അനുവിന്റെ വീട്ടിൽ നിൽക്കുന്നതാണ് സൗകര്യമെങ്കിൽ അവിടെ നിന്നാലും എനിക്ക് വിഷമമൊന്നുമില്ല. എന്നാ ഇറങ്ങാം. ആദ്യം വിനയന്റെ കയ്യിൽ നിന്ന് ആർച്ചമോളെയും ഭദ്രമോളെയും തിരിച്ചു കിട്ടട്ടെ. ബാക്കിയൊക്കെ നമുക്ക് അതിനുശേഷം തീരുമാനിക്കാം. വാ. പിന്നെ മഞ്ചാടിക്ക് ഹോസ്റ്റലിൽ ചേർന്ന് പഠിക്കണമെന്നാ പറയുന്നത്. അതും ശരിയാക്കണം. അച്ഛാ, വീണ്ടും ഇവിടെ ഹോസ്റ്റലിൽ ചേർക്കാനോ? അച്ഛനത് എന്താ? ഇതുവരെ ഉണ്ടായതൊന്നും പോരെ? അല്ല, മഞ്ചാടി അനുപമയുടെ വീട്ടിൽ താമസിച്ച് പഠിച്ചാ പോരെ? അങ്ങനെയല്ല അമ്പിളി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്റെ കൂടെ വരുമ്പോ മഞ്ചാടിമോൾ എന്നോട് ആകെ ആവശ്യപ്പെട്ടൊരു കാര്യം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്നത് മാത്രം. ഞാനതങ്ങ് സമ്മതിക്കുകയും ചെയ്തു. ഇവളിനി ഇവളുടെ ഇഷ്ടത്തിന് പഠിക്കട്ടെ. നമുക്കിന്ന് ഇറങ്ങിയാലോ മോളെ? വാ, പോവാം. ഇറങ്ങട്ടെ എന്നാ. ഒരു ഭാനുമേ. ശരി ചേച്ചി. എല്ലാവരും ഒരുമിച്ചിറങ്ങിപ്പോയപ്പോ ഒരു വിഷമം ഉണ്ടല്ലേ അമ്പിളി? വിഷമിക്കൊന്നും വേണ്ട ആന്റി. എവിടെ പോയാലും അവസാനം എല്ലാരും ഇവിടേക്ക് തന്നെ വരും. അതാ ഈ പഞ്ചരത്നം വീടിന്റെ പ്രത്യേകത.